ഉമ്മാക്കെന്താ പണി? അനക്കെന്താ കണ്ണും കാണണ്ടായി? ഞാൻ എന്താ ചെയ്യുന്നത് കാണും നിനക്ക്? എന്താ കലീജുമ്പോ ദേഷ്യത്തിലാണല്ലോ. അന്റെ ഓൾ ചെയ്യുന്ന മാത്രമല്ല എനിക്ക് കാണുള്ളൂ. ഉമ്മ നിങ്ങൾ വെറുതെ ഓരോന്ന് പറയണ്ട. അല്ലാണ്ട് പിന്നെ ഞാനെന്താ പറയാ? എന്താ എന്തായി ഡ്രസ് കിട്ടിയ? ആ ഓൾക്ക് ഇഷ്ടമായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട്. 5-6 പ്രാവശ്യമായാലും മോനെ എപ്പോഴെങ്കിലും ഓൾക്ക് പറ്റിയ ഡ്രസ് ഒന്ന് കിട്ടിയാലോ. എന്തൊന്നും ഉണ്ടാത്തി അന്റെ വായ നാക്കിറങ്ങിക്കോടാ. ആ നിന്നൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോഴേ അന്റെ വാപ്പ എടുത്തു തരുന്നതായിരുന്നു എന്റെ ഇഷ്ടം. അന്ന് എന്റെ ഇഷ്ടത്തിനൊന്നും എടുക്കില്ല. അതിന് ഇന്നൊരു മാറ്റമില്ല. ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം ഓള് പറയണെങ്കിൽ തുള്ളി കളിക്കുന്നത്. അനക്ക് വേറെ പണിയൊന്നുമില്ല. ഉണ്ടായിരിക്കുന്നു ഓർക്ക് ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. എത്ര വെച്ചിട്ടാ മുണ്ടായിരിക്കുക? ഞാനായോണ്ട് ഇങ്ങനെ മുണ്ടായിരിക്കണേ. വേറെ ആരെങ്കിലും ആണെങ്കിലേ നിങ്ങൾ രാവിലെ നീറ്റാ ഡ്രസ് എടുക്കാണ്ട് പറഞ്ഞിട്ടാണ് പോകും. എന്നിട്ട് ഈ വീട്ടിലത്തെ പണിയൊക്കെ ചെയ്യാനേ ഈ പണിക്കാരുണ്ടല്ലോ അല്ലേ? നോക്കി നിക്കണത് ഓള് മൂടും കുളിക്ക് പോണണ്ടില്ലേ? പോണ പിന്നാലെ എന്റെ അമ്മ നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? എങ്ങനെങ്കിലും ഈ പെരുന്നാളെങ്കിലും ഒന്ന് കഴിഞ്ഞ് പോയിക്കോട്ടെ വെച്ചിട്ടിരിക്കുമ്പോഴാ നിങ്ങളെ വന്ന. അതിന് ഞാൻ എന്താ എത്ര മാത്രം പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ലേ? നിക്കണല്ലേ എന്താ ഇവിടെ ഒന്നിട്ടിപ്പ എന്താ കവറില് ഒരു അപായ എടുത്തതാണ്. ഉസ്മാൻ അവിടെ ഒരു കറ തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരെണ്ണം എടുത്തതാ. ഇവിടെ നടന്നത് ഞാൻ കേട്ടു. ഉമ്മ പറയുന്നതിലും കാര്യമുണ്ട്. സത്യം പറയും നമ്മൾ ആർക്ക് എടുത്തതാ? ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ഒരു ഡ്രസ് എടുക്കാൻ അറിയില്ല. കണ്ടിക്കണം ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ഒരു ഡ്രസ് എടുക്കാൻ അറിയില്ല. നിങ്ങൾക്ക് എന്തിന്റെ കേടാണ് മനസ്സാ? അത് കണ്ടാൽ തന്നെ അതില്ല ചെറുതാണെന്ന്. നിങ്ങൾക്ക് 2 കണ്ണെണ്ണ ഉണ്ടക്കണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾ നിങ്ങളെ ഉസ്മാനെ കൊണ്ടുകൊടുത്താൽ കൊണ്ടുപോകാം. ഇതാണ് പോലെ ഞാൻ എന്നോട് പറഞ്ഞത്. ഇപ്പൊ ചോളം മൂടുന്നായി നടന്നാലേ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ നടക്കേണ്ടി വരും.